EPF അക്കൗണ്ടുകളിൽ നിന്ന് UPI വഴി നേരിട്ട് പണം പിൻവലിക്കാനുള്ള സൗകര്യം ഉടൻ നിലവിൽ വരുന്നതോടെ വരിക്കാർക്ക് വലിയ ആശ്വാസമാണ് ലഭിക്കാൻ പോകുന്നത്. EPFO 3.0 എന്ന പുതിയ പതിപ്പിന്റെ ഭാഗമായാണ് ഈ സേവനം എത്തുന്നത്. ഇതിലൂടെ 5 ലക്ഷം രൂപ വരെയുള്ള തുക വളരെ വേഗത്തിൽ ഉപയോക്താക്കൾക്ക് പിൻവലിക്കാൻ സാധിക്കും. EPF അക്കൗണ്ടുകളിൽ നിന്ന് UPI വഴി നേരിട്ട് പണം പിൻവലിക്കാനുള്ള സൗകര്യം ഉടൻ നിലവിൽ വരുന്നതോടെ വരിക്കാർക്ക് വലിയ ആശ്വാസമാണ് ലഭിക്കാൻ പോകുന്നത്. EPFO 3.0 എന്ന പുതിയ പതിപ്പിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ പുതിയ സേവനം. ഇതിലൂടെ 5 ലക്ഷം രൂപ വരെയുള്ള തുക വളരെ വേഗത്തിൽ ഉപയോക്താക്കൾക്ക് പിൻവലിക്കാൻ സാധിക്കും. സാങ്കേതിക പരിശോധനകൾ പൂർത്തിയായതോടെ UPI പിൻ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ പണം സ്വന്തം ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാൻ വരിക്കാർക്ക് സാധിക്കും. ഈ സേവനം തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായി വരിക്കാരുടെ അക്കൗണ്ട് വിവരങ്ങൾ കൃത്യമായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവസാന നിമിഷത്തെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കിയാൽ അക്കൗണ്ട് വിവരങ്ങൾ നേരത്തെ തന്നെ അപ്ഡേറ്റ് ചെയ്തു വെക്കണം. ഇതിന്റെ ഭാഗമായി ആദ്യം ശ്രദ്ധിക്കേണ്ടത് UAN സജീവമാണോ എന്ന് പരിശോധിക്കുക തന്നെയാണ്. സേവനങ്ങൾ ഉപയോഗിക്കുന്നതിന് UAN ആക്റ്റീവ് ആയിരിക്കണം. EPFO പോർട്ടലിൽ ലോഗിൻ ചെയ്ത മൊബൈൽ നമ്പറും പാസ്വേഡും കൃത്യമാണോ എന്നും ഉറപ്പുവരുത്തണം. കൂടാതെ UAN നമ്പറുമായി ആധാർ ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും PF രേഖകളിലും ആധാറിലും പേര്, ജനനതീയതി, ലിംഗം എന്നിവ ഒരുപോലെയാണെന്നതും ഉറപ്പാക്കണം. നികുതി ലാഭിക്കാൻ പാൻ കാർഡ് വെരിഫൈ ചെയ്യേണ്ടതും വളരെ പ്രധാനമാണ്. EPFO പോർട്ടലിൽ നൽകിയിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, അക്കൗണ്ട് ഉടമയുടെ പേരെന്നിവ കൃത്യമായിരിക്കണം. ക്ലോസ് ചെയ്ത അക്കൗണ്ടുകളോ ജോയിന്റ് അക്കൗണ്ടുകളോ നൽകുന്നത് പണം ലഭിക്കാൻ ചില തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം. UPI ഇടപാടുകൾക്ക് OTP വെരിഫിക്കേഷൻ നിർബന്ധമാക്കിയതിനാൽ ആധാറുമായും PF അക്കൗണ്ടുമായും ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പർ എപ്പോഴും സജീവമായിരിക്കണം. ഇതുകൂടാതെ ജോലിയിൽ നിന്ന് പിരിഞ്ഞ തീയതി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും പഴയ PF അക്കൗണ്ടുകൾ പുതിയ UAN നമ്പറുമായി മെർജ് ചെയ്യുകയും വേണം. അടിയന്തര സാഹചര്യങ്ങളിൽ പണം പിൻവലിക്കുന്നതിനായി ഈ നോമിനേഷൻ അപ്ഡേറ്റ് ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. പൂർണ്ണമായും വെരിഫൈ ചെയ്ത അക്കൗണ്ടുകളിലൂടെ മാത്രമേ UPI വഴിയുള്ള വേഗത്തിലുള്ള പണമിടപാടുകൾ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് രേഖകളിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ തിരുത്തേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.